Okay, students, നമുക്ക് 152ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 152. 152. Which one of the following is the most abundant protein in animals? സാധാരണ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഫ്രം ദി ചാപ്റ്റർ ബയോമോളിക്യൂൾ. ഓക്കെ, സോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് abundant protein in the animals? ഓക്കെ, കൊളാജൻ. പ്ലാന്റ്സിലാണെങ്കിലോ റുബിസ്കോ, റിബുലോസ്, ബൈഫോസ്ഫേറ്റ്, കാർബോക്സിലേസ്, ഓക്സിജനേസ്. ഓക്കെ, യൂസ്ഡ് ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ് ഇൻ മെൽവിൻ കാൽവിൻ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ കൊളാജനാണ് അതിന് ആൻസർ. 152 ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, കൊളാജനാണ് അതിന് ആൻസർ. ഹീമോഗ്ലോബിൻ ഉണ്ട്, അത് റെഡ് കളേർഡ് ആയിട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ടിങ്ങിനൊക്കെ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണ്. ലെക്റ്റിൻസ് കൊടുത്തിട്ടുണ്ട്. ലെക്റ്റിൻസ് സ്വാഭാവികമായിട്ടും നിങ്ങളത് പഠിക്കുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെക്കൻഡറി മെറ്റബോളൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലാണ് നിങ്ങൾ ലെക്റ്റിൻസ് ഒക്കെ പഠിക്കുന്നത്. പോളിമറിക് സബ്സ്റ്റൻസ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രഗ്സ് പഠിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ആ സെക്കൻഡ് ഇയറിലെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡറി മെറ്റബോളൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇൻസുലിൻ, അതിന് ഒരുപാട് ചാപ്റ്ററിൽ നമ്മുടെ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചാപ്റ്റർ നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിലെല്ലാം തന്നെ ഉണ്ട്. സോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ അനിമൽസ്? ഡെഫിനറ്റ്ലി കൊളാജൻ ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. 152 ഓപ്ഷൻ 2 ആണ് ദ ചാപ്റ്റർ ബയോമോളിക്യൂൾ. 161ാമത്തെ ക്വസ്റ്റ്യൻ. 161. Which of the following statement is correct? Which of the following statement is correct? Adenine pairs with thymine through 2 hydrogen bonds. Adenine pairs with thymine through 1 hydrogen bonds. Adenine pairs with thymine through 3 hydrogen bonds. Adenine does not pair with thymine. അത് പിന്നെ വന്നിരിക്കുന്നത് 2 ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം. എസ്പെഷ്യലി ദി ചാപ്റ്റർ ബയോമോളിക്യൂൾ ആൻഡ് ആൾസോ ദി മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഞാനതിന് കൊടുക്കുന്നത് ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം നിങ്ങൾ +1 ആ കൺസെപ്റ്റ് ആദ്യം തന്നെ പഠിക്കുന്നത്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അഡിനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ ത്രൂ 2 hydrogen bond. Adenine always pairs with the thymine by 2 hydrogen bond. Okay, guanine always pairs with the cytosine by 3 hydrogen bond. Okay, 1 purine, 1 pyrimidine. Adenine always pairs with the thymine by 2 hydrogen bonds, whereas guanine always pairs with the cytosine by 3 hydrogen bond. Okay, അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. അഡിനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ ത്രൂ 2 H bond, 2 hydrogen bond. അത് ശരിയാണ്. അപ്പോൾ 161 ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അഡിൻ പെയർസ് വിത്ത് തൈമിൻ ത്രൂ 1 hydrogen bonds. അഡിൻ പെയർസ് വിത്ത് തൈമിൻ ത്രൂ 3 hydrogen bonds. അഡിൻ ഡസ് നോട്ട് പെയർ വിത്ത് തൈമിൻ. അതൊന്നും അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നില്ല. 162ാമത്തെ ക്വസ്റ്റ്യൻ. 162ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജനസിസ്. Glucagon is associated with hyperglycemia. Insulin acts on pancreatic cells and adipocytes. Insulin is associated with hyperglycemia. ഏത് ചാപ്റ്ററിനാണ് മക്കളെ ക്വസ്റ്റ്യൻ വന്നത്? കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മുടെ അങ്ങോട്ട് കൺഫ്യൂഷൻ ആക്കാണ് അല്ലേ? അത് NCERT കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ മാക്സിമം കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജനസിസ്. അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡിൽ ആദ്യം പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ അഡ്രീനൽ മെഡുലയെ പറ്റിയാണ്. എപ്പിനെഫ്രിനാണ്, നോർ എപ്പിനെഫ്രിനെ പറ്റിയാണ്. കാറ്റക്കോളമൈൻസിനെ പറ്റിയാണ്. പിന്നെയാണ് മിനറലോകോർട്ടിക്കോയിഡ്സ് ഉണ്ട്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉണ്ട്, സെക്സ് കോർട്ടിക്കോയിഡ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതിനുശേഷമാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോർട്ടിസോൺ, കോർട്ടിക്കോസ്റ്റിറോൺ, ഇങ്ങനെ 3 ഹോർമോൺ ഉണ്ട്. അതിൽ ആദ്യം തന്നെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് അവിടെ പറയുന്ന കാര്യങ്ങൾക്ക് തന്നെ അതാണ്. Glucocorticoids stimulate gluconeogenesis. What do you mean by gluconeogenesis? Synthesis of glucose from non
കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റൻസസ്. അതാരും തെറ്റിക്കാനുള്ള സാധ്യതയില്ല, കാരണം അത് NCERT ആ ഭാഗത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ. ഇനി അടുത്ത ഗ്ലൂക്കോഗോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പോഗ്ലൈസീമിയ. ഗ്ലൂക്കോഗോൺ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോഗോണ് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാം. ഗ്ലൂക്കോഗോണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൻ്റെ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോണായ ഗ്ലൂക്കോഗോണ് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറുമ്പോൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുക. ഹൈപ്പർ ഗ്ലൈസീമിയയാണ് സംഭവിക്കുക, ഹൈപ്പോഗ്ലൈസീമിയ അല്ല, ഹൈപ്പർ ഗ്ലൈസീമിയയാണ് സംഭവിക്കുക. ഓക്കെ, അടുത്ത ഇൻസുലിൻ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കും നിങ്ങൾ. ഇൻസുലിൻ ആക്ട്സ് ഓൺ പാൻക്രിയാറ്റിക് സെൽസ് ആൻഡ് അഡിപ്പോസൈറ്റ്. ഇൻസുലിൻ ആക്ട്സ് ഓൺ പാൻക്രിയാറ്റിക് സെൽസ്. അവിടെ സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ ആവും, കാരണം പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ പാൻക്രിയാറ്റിക് സെൽസ് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ലേ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. NCERT കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻസുലിൻ ആക്ട്സ് ഓൺ ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്. ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്. ഓക്കെ, ലിവർ സെൽസിലും അഡിപ്പോസൈറ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അതുകൊണ്ടല്ലേ ഇൻസുലിൻ ഡെഫിഷ്യൻസി മൂലം ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് മാറില്ല. അപ്പോൾ ഉള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? യൂറിൻ വഴി നഷ്ടപ്പെടുന്നു. അതാണ് ഗ്ലൈക്കോസൂറിയ. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ ആക്ട്സ് ഓൺ ഹെപ്പാറ്റിക് സെൽസ് ആൻഡ് അഡിപ്പോസൈറ്റ് എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇൻസുലിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പർ ഗ്ലൈസീമിയ അല്ല, ഹൈപ്പോഗ്ലൈസീമിയയാണ്. കാരണം ഗ്ലൂക്കോസ് എന്തായിട്ട് മാറാണ്? ഗ്ലൈക്കോജനായിട്ട് മാറാണ്. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ എന്താണ് മക്കളെ? കുറയാണ് ചെയ്യുന്നത്. സോ സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജനസിസ് എന്നത് ആണ് അവിടെ കറക്റ്റ്. അപ്പോൾ 162 ആൻസർ ഓപ്ഷൻ 1 ആണ്. 162 ആൻസർ ഓപ്ഷൻ 1 ആണ്. മനസ്സിലായല്ലോ? ഇനി 163 ക്വസ്റ്റ്യൻ. 163. Match the following columns and select the correct option. Column 1, column 2, gregarious polyphagous pest, adult with radial symmetry and larvae or bilateral symmetry, book lengths, bioluminescence. Column 2, Asterias, Scorpion, Tinoplana, Locusta. The chapter Animal Kingdom. Animal Kingdom എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. So match the following columns and select the correct option. ഗ്രിഗേറിയസ് പെസ്റ്റ് നോക്കൂ നിങ്ങൾ. ആ ആർത്രോപോഡയുടെ എക്സാമ്പിൾസ് പഠിക്കുന്നിടത്ത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയ എപ്പിസ്, ദെൻ ലാക്സിഫർ, ദെൻ സിൽക്ക് ബോംബിക്സ് മോറി പഠിക്കുന്നുണ്ട്. വെക്ടേഴ്സ് ആയിട്ട് അനോഫിലസ്, ക്യൂലെക്സ്, ഈഡിസ് പഠിക്കുന്നുണ്ട്. ദെൻ ലിവിങ് ഫോസിലായിട്ട് ലിമുലസ് പഠിക്കുന്നുണ്ട്. ദെൻ ഗ്രിഗേറിയസ് പെസ്റ്റ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ലോക്കസ്റ്റ് എന്നുള്ളതാണ്. ഗ്രിഗേറിയസ് പോളിപാഗസ് പെസ്റ്റ്. പോളിപാഗസ് എന്നൊരു വേർഡ് കൺഫ്യൂഷൻ അല്ല, കാരണം അത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിസിനലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു പെസ്റ്റിൻ്റെ ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോളിപാഗസ്. കണ്ടിന്യൂസ് ആയിട്ട് അത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ എന്ത് ചെയ്യുക? അറ്റാക്ക് ചെയ്യുക. അത്തരം കേസുകളെയാണ് നമ്മൾ മെയിനായിട്ടും പോളിപാഗസ് പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്ക് നമുക്ക് എന്ത് ചെയ്യാം? 4 എന്ന് കൊടുക്കാം. എൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് 4 കൊടുക്കാം. ദെൻ ബി ആയിട്ട് അഡൽട്ട് വിത്ത് റേഡിയലി സിമെട്രിക്കൽ ആൻഡ് ലാർവേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അഡൽട്ട് ഷോ റേഡിയലി സിമെട്രിക്കൽ ബട്ട് ലാർവേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ ആർ ദ യുണീക്ക് ഫീച്ചർ ടു വാട്ട്സ് എക്കിനോഡെമേറ്റ മെമ്പറായിട്ട് അവിടെ വരുന്നത് ആസ്റ്റീരിയാസ് ആണ്. അതുകൊണ്ട് ബിക്ക് നമുക്ക് 1 എന്ന് കൊടുക്കാം. ഇനി സി ബുക്ക് ലെങ്സ്. ബുക്ക് ലെങ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക സ്കോർപ്പിയോണയാണ് ബുക്ക് ലെങ്സ്. സി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക C2 ആണ്, സ്കോർപ്പിയോൺ ആണ്. ബയോലൂമിനസെൻസ് അങ്ങനെ ഒരു വേർഡ് NCERT ഒരു ഭാഗത്ത് മാത്രം നമ്മൾ പഠിക്കുന്നുള്ളൂ. ബയോലൂമിനസെൻസ്, ഓർഗാനിസം എമിറ്റ് ലൈറ്റ് എന്നുള്ളത് ടീനോഫോറിൻ്റെ പ്രത്യേകതയാണ്. ടീനോഫോർക്ക് 2 എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്, പ്ലൂറോബ്രാച്ചിയ ആൻഡ് ടീനോപ്ലാന. ദാറ്റ്സ് വൈ D3 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ മക്കളെ? A4 B1 C2 D3 അങ്ങനെ ഓപ്ഷൻ നോക്കൂ. A4 B1 C2 D3 വരുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ 163 ആൻസർ 2 ആണ് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഓക്കെ,
ഇനി നമുക്ക് 164ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 164ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ് കോളംസ് ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. അഗെയിൻ മാച്ച് ദ ഫോളോയിങ്. കോളം 1 ഈസ്നോഫിൽ, ബേസോഫിൽ, ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്. കോളം 2 ഇമ്മ്യൂൺ റെസ്പോൺസ്, ഫാഗോസൈറ്റോസിസ്, റിലീസ് ഹിസ്റ്റാമിനേസ്, ഡിസ്ട്രക്റ്റീവ് എൻസൈം, റിലീസ് ഗ്രാനുൾസ് കണ്ടെയ്നിങ് ഹിസ്റ്റാമിൻ. ഓക്കെ, അത് ഏത് ചാപ്റ്റർ മക്കളെ? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം അതിലെ മെജോറിറ്റി ടോപ്പിക്കും ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം നമുക്ക്. ഈസ്നോഫിലിന് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റിയ ആൻസർ ഈസ്നോഫിലെ 2 to 3% ആണ്. ബൈലോബിഡ് ന്യൂക്ലിയസ്. ദ റെസിസ്റ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് അലർജിക് റിയാക്ഷൻ. ദ റെസിസ്റ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് അലർജിക് റിയാക്ഷൻ. അതുകൊണ്ട് 3 ആണ് നമുക്കവിടെ കൊടുക്കാൻ പറ്റുക. ദെൻ ബേസോഫിൽ എന്ന് പറയുമ്പോൾ ബേസോഫിൽ ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ അത് ഗ്രാനുലോസൈറ്റ് ആണ്, ഗ്രാനുൾസ് കണ്ടെയ്നിങ് ആണ്. ബേസോഫിലിൻ്റെ പ്രത്യേകത <1% ആണ്, ലീസ്റ്റ് അബണ്ടന്റ് WBC ആണ്. ദേ സെക്രീറ്റ് ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ. ദേ സെക്രീറ്റ് ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ. അപ്പം നമുക്ക് അവിടെ ഒന്നാമത്തേത് എക്ക് നമുക്ക് 3 എന്ന് പറയുന്ന ഓപ്ഷനെയും ബിക്ക് നമുക്ക് 4 എന്ന് പറയുന്ന ഓപ്ഷനെയും പ്രതിനിധീകരിക്കാം. ഇനി സി ആരാ മക്കളെ? സി ന്യൂട്രോഫിലാണ്. 60 to 65% മൾട്ടി ലോബഡ് ന്യൂക്ലിയസ്. ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ് ആണ് അത് ചെയ്യുന്നത്. സെൽ ഈറ്റിംഗ് ആണ്. ഫാഗോസൈറ്റോസിസ് ആണ് അത്. എൻഡോസൈറ്റോസിൻ്റെ ഭാഗമായിട്ട് ഫാഗോസൈറ്റോസിസ് ആണ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ സിക്ക് നമുക്ക് 2 ആണ് കൊടുക്കാൻ പറ്റുക. ഇനി മറ്റൊന്ന് അവിടെ ലിംഫോസൈറ്റ് ഉണ്ട്. ലിംഫോസൈറ്റ് എന്താണ്? ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് സഹായിക്കുക. ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റ് ഉണ്ട്, ടി ലിംഫോസൈറ്റ് ഉണ്ട്. ബി ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് വാട്ട്സ് ആൻറ്റിബോഡീസ്. ടി ലിംഫോസൈറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് വാട്ട്സ് ആൻറ്റിബോഡീസ്, ബട്ട് ഇറ്റ് ഹെൽപ്പ് ബി ലിംഫോസൈറ്റ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. ദാറ്റ്സ് വൈ നമുക്ക് ഡിക്ക് നമുക്ക് 1 എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പം എങ്ങനെ മക്കളെ വരിക? A3, B4, C2, D1. A3, B4, C2, D1. 1 ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 164 1 ആണ്. ഇനി 165ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 165. Question number 165, 165. If the head of cockroach is removed, it may live for few days because നമുക്ക് ആ കോക്രോച്ചിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ആകെ ഓർത്തു വെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതാണ്. പലപ്പോഴും ഈ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ചോദിക്കുന്ന ഡൗട്ടായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതാണ്. ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നൊരു പോയിൻ്റാണത്. ആ ഭാഗത്തു നിന്നാണ് NCERT ആ ഒരു പിന്നെ NT ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്നാണ് ഞാൻ ആ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം പറയാം. ഓക്കെ, ഇഫ് ദ ഹെഡ് ഓഫ് ദി കോക്രോച്ച് ഈസ് റിമൂവ്ഡ് ഇറ്റ് മേ ലിവ് ഫോർ few days because ചാപ്റ്റർ ഏതാ മക്കളെ? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the supraesophageal ganglia of the cockroach are situated in the ventral part of abdomen. Supraesophageal ganglion. Supraesophageal ganglion. Okay. Supraesophageal ganglion, subesophageal ganglion, circumesophageal commission. അതാണ് നേവ് റിങ്. കോക്രോച്ചിൻ്റെ നേവ് റിങ്. കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെ മക്കളുള്ളത്? നേവ് റിങ് ഉണ്ട്, നേവ് കോഡുണ്ട്. അതിൽ നേവ് റിങ് ആയിട്ട് നമ്മൾ പറയുന്നത് സുപ്രാഈസോഫാജിയൽ ഗാംഗ്ലിയോൺ, സബീസോഫാജിയൽ ഗാംഗ്ലിയോൺ, സർക്കംഈസോഫാജിയൽ കമ്മീഷനെയാണ്. ഒരു സുപ്രാഈസോഫാജിയൽ ഗാംഗ്ലിയോൺ അതാണ് ബ്രെയിന്. ഒരു സബീസോഫാജിയൽ ഗാംഗ്ലിയോൺ. ദെൻ അവയെ കണക്ട് ചെയ്തുകൊണ്ട് 2 സർക്കംഈസോഫാജിയൽ കമ്മീഷൻ. സബീസോഫാജിയൽ ഗാംഗ്ലിയോൺ എന്നാണ് ആരുണ്ടാവുക? നേവ് കോഡ് ഉണ്ടാവുക. ആ നേവ് കോഡിലും ആരുണ്ട്? ഗാംഗ്ലിയോൺസ് ഉണ്ട്. 3 ഗാംഗ്ലിയോൺസ് ആർ ലൈ ഇൻ ദ തോറാക്സ്, 6 ഗാംഗ്ലിയോൺസ് ആർ ലൈ ഇൻ ദ അബ്ഡമൻ. ഈ ഒരു ഇൻഫർമേഷൻ മതി നമുക്ക് ആ ക്വസ്റ്റിനെ അനലൈസ് ചെയ്യാം. അപ്പോൾ സുപ്രാഈസോഫാജിയൽ ഗാംഗ്ലിയോൺ ഓഫ് ദി കോക്രോച്ച് ആർ സിറ്റുവേറ്റഡ് വെൻട്രൽ പാർട്ട് ഓഫ് അബ്ഡമൻ. അബ്ഡമൻ അല്ല ഇത് കാണുന്നത്, ഹെഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് കാണുന്നത്. കോക്രോച്ച് ഡസ് നോട്ട് ഹാവ് നെർവസ് സിസ്റ്റം. കോക്രോച്ച് നെർവസ് സിസ്റ്റം ഉണ്ട്, അതല്ല ഈ പറഞ്ഞത്. നേവ് റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നേവ് കോഡ് ഉണ്ട്. ഇറ്റ് ഹോൾഡ്സ് a small portion of nervous system, a bit of nervous system. It holds a bit of nervous system while the rest of the nervous system is present along the ventral side of the body. I mean belly side of the body. Inside la line. Head holds a bit of nervous system while the rest of the nervous system is situated along the ventral side of the body. I mean belly side of the body. Head holds a small portion of nervous system while the rest is situated along the ventral part of the body. കാരണം ഹെഡിൽ ആരേ ഉള്ളൂ? ഈ സുപ്രാഈസോഫാജിയൽ ഗാംഗ്ലിയോൺ. ഓക്കെ, ആ ഒരു ഭാഗം മാത്രമേ ബ്രെയിൻ, അതിനെ നമുക്ക് ഹെഡായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ നേവ് റിംഗ് എന്ന് പറയുന്ന സാധനം മാത്രമേ നമുക്ക് ഹെഡായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, സർക്കം ഈസോഫാജിക് കമ്മീഷനും സബ് ഈസോഫാജിക് ഗാംഗ്ലിയോണും അതിനെ നമുക്ക് ഹെഡായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് മറ്റു ഭാഗത്ത് ഹെഡായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഹെഡ് ഹോൾഡ്സ് ബിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം വൈൽ ദി റെസ്റ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം ഈസ് പ്രസന്റ് ഓൺ അലോങ് ദി വെൻട്രൽ സൈഡ് ഓഫ് ദ ബോഡി. അടുത്ത് ഹെഡ് ഹോൾ 1/3 ഓഫ് ദ നെർവസ് സിസ്റ്റം വൈൽ ദി റെസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദി ഡോർസൽ പാർട്ട് ഓഫ് ദ ബോഡി. ഡോർസൽ പാർട്ട് അല്ല, വെൻട്രൽ പാർട്ടാണ്. അപ്പോൾ 3 ആണ് ആൻസർ കേട്ടോ. 165 ആൻസർ 3 ആണ്. ഇനി 166 ക്വസ്റ്റ്യൻ. നെയിം ദ എൻസൈം ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഓപ്പണിംഗ് ഓഫ് DNA ഹെലിക്സ് ഡ്യൂറിംഗ് ട്രാൻസ്ക്രിപ്ഷൻ. നെയിം ദ എൻസൈം ദാറ്റ് ഫെസിലിറ്റേറ്റ് ഓപ്പണിംഗ് ഓഫ് DNA ഹെലിക്സ് ഡ്യൂറിംഗ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ഏത് ചാപ്റ്ററാണ് മക്കളെ വരുന്നത്? ഏത് ചാപ്റ്ററാണ് വരുന്നത്? അത് വരുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ എൻസൈം ദാറ്റ് ഫെസിലിറ്റേറ്റ് ദി ഓപ്പണിംഗ് ഓഫ് DNA ഹെലിക്സ് ഡ്യൂറിംഗ് ട്രാൻസ്ക്രിപ്ഷൻ. DNA ലിഗേസ്. DNA ലിഗേസ് വരില്ല, അത് ജോയിനിങ്ങിന് സഹായിക്കുന്നതല്ലേ, അത് റിപ്ലിക്കേഷനിലല്ലേ വരുന്നത്. റിപ്ലിക്കേഷൻ ആ ഓക്സാക്കി ഫ്രാഗ്മെന്റ്സിനെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസിനെ കണ്ടിന്യൂസ് ആക്കി മാറ്റാനാണ് DNA ലിഗേസ് വരുന്നത്. പലപ്പോഴും പല കുട്ടികളും കൺഫ്യൂഷൻ ആയിരിക്കുന്നത് DNA ഹെലിക്കേസിന്റെ കേസിലാവും. DNA ഹെലിക്കേസും വരില്ല. DNA ഹെലിക്കേസും വരില്ല. കാരണം DNA ഹെലിക്കേസ് റിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. റിപ്ലിക്കേഷനിൽ ആ 2 സ്റ്റാൻഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹൈഡ്രജൻ ബോണ്ട്, അഡിനിൻ തൈമിൻ 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിൻ സൈറ്റോസിൻ 3 ഹൈഡ്രജൻ ബോണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെലിക്കേസ് വരുന്നത്. ഓക്കെ, ഹെലിക്കേസ് അതിങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ ടൈറ്റ് ആവും. ആ ടൈറ്റ്നെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോപ്പോയോസോമറൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ DNA ഹെലിക്കേസ് വരില്ല. DNA പോളിമറൈസ് എന്തായാലും വരില്ല, കാരണം അത് റിപ്ലിക്കേഷൻ എൻസൈമാണ്. ആൻസർ ഈസ് RNA പോളിമറൈസ്. ആൻസർ ഈസ് RNA പോളിമറൈസ്. അപ്പോൾ 166ന്റെ ആൻസർ 166ന്റെ ആൻസർ RNA പോളിമറൈസ് ആണ്. അതല്ലെങ്കിലും DNA ഹെലിക്കേസിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം DNA ഹെലിക്കേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് NCERT പറയുന്നില്ലല്ലോ, NCERT വന്നിട്ടില്ലല്ലോ. ഈവൻ റിപ്ലിക്കേഷനിൽ വരെ അങ്ങനൊരു എൻസൈം ഉണ്ട് എന്ന് NCERT ഡിസ്കസ് ചെയ്യുന്നില്ല. ടോപ്പോയോസോമറൈസിൻ്റെ കാര്യം NCERT ഡിസ്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ കൺഫ്യൂഷനായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെ. മനസ്സിലായല്ലോ? അപ്പോൾ ക്വസ്റ്റിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാപ്പിൽ വീഴേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും NCERT-ലേക്ക് തിരിച്ച് നിങ്ങൾ വരിക, NCERT തന്നെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. NCERT വെച്ച് നമുക്കവിടെ പറയാൻ പറ്റും ട്രാൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് RNA പോളിമറൈസ് ആണ്. RNA പോളിമറൈസും RNA പോളിമറൈസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സുമാണ്. RNA പോളിമറൈസ് ഇനീഷ്യേഷന് വേണ്ടിയിട്ട് സിഗ്മ ഫാക്ടറിന് വിളിക്കുന്നു. ഇലോങ്ങേഷന് വേണ്ടിയിട്ട് RNA പോളിമറൈസ് മാത്രമാണ് ചെയ്യുന്നത്. ടെർമിനേഷന് വേണ്ടിയിട്ട് RNA പോളിമറൈസ് റോ ഫാക്ടർ വിളിക്കുന്നു. ഇനി RNA പോളിമറൈസ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു 5 യൂണിറ്റാണ്. ഓക്കെ, RNA പോളിമറൈസ് ആണ് കോർ എൻസൈം. അതുമായിട്ട് സിഗ്മ ഫാക്ടർ കൂടി ചേരുമ്പോൾ അത് ഹോളോ എൻസൈം ആയിട്ട് മാറാം. അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ RNA പോളിമറൈസിനെ പറ്റി തന്നെ ധാരാളം അവിടെ പഠിക്കാനുണ്ട്. RNA പോളിമറൈസും അതിൻ്റെ സബ് യൂണിറ്റുകളുമാണ് ട്രാൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട മെജോറിറ്റി ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ആൻസർ 4 ആണ് അതിന് കൃത്യമായിട്ട് വരുന്നത് 166. ഇനി 167. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗിൻസ് ആൻഡ് ഡോൾഫിൻസ് ആർ എക്സാമ്പിൾസ് ഓഫ്. Flippers of penguins and dolphins are examples of. Question from the chapter evolution. Question from the chapter evolution. Evolution എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. Flippers of penguin and dolphin are examples of. നിങ്ങളവിടെ ഹോമലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. ഏതൊക്കെ ഹോമലോഗസ് ഓർഗൻസ്? ഹ്യൂമൻസ് ആൻഡ് വെയിൽസ് ഫ്ലിപ്പർ, ദെൻ ബാറ്റ്സ്, ദെൻ human and whale's flipper, bat's wing, cheetah's leg, then vertebrate brain, thorns of bougainvillea and tendrils of cucurbita. അതാണ് ഹോമലോഗസ് ഓർഗൻസ്. അതാണ് ഡൈവേർജന്റ് എവല്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത്. കൺവേർജന്റ് എവല്യൂഷൻ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത് ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്. അതില്ലല്ലോ. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗിൻസ് ആൻഡ് ഡോൾഫിൻസ്. Flippers of penguins and dolphins. Okay, then bats of wings and birds. Then root modification and stem modification, പൊട്ടാറ്റോയിൻ്റെയും സ്വീറ്റ് പൊട്ടാറ്റോൻ്റെയും കേസിൽ. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ അഥവാ ഡൈവേർജൻ എവല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ കൺവേർജൻ എവല്യൂഷൻ വരുന്നുണ്ട് രണ്ടാമതായിട്ട്. അപ്പോൾ 167 2 കൺവേർജൻ എവല്യൂഷനാണ്. അത് പരിഗണിക്കാം. ഇൻഡസ്ട്രിയൽ മെലാൻസും നാച്ചുറൽ സെലക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളെ അല്ല. അതുകൊണ്ട് 167ൻ്റെ ആൻസർ 2 ആണ്. ഇനി 168ാമത്തെ ക്വസ്റ്റ്യൻ. 168ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Which of the following hormone level will cause the release of ovulation from the Graafian follicle?
So which of the following hormone level will cause release of ovum or ovulation from the Graafian follicle? Graafian follicle rupture ചെയ്തിട്ട് ഓവത്തെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? നിങ്ങളെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫേസ് എന്ന് പഠിച്ചു നോക്കിയേ. ആദ്യം മെൻസസ് ഫേസ് ആണ്, അഥവാ ബ്ലീഡിംഗ് ഫേസ് ആണ്. ബ്ലീഡിംഗ് ഫേസിൻ്റെ പ്രത്യേകത 3 to 5 ഡേയ്സ് ആണ്. അവിടെ എൻഡോമെട്രിയത്തിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ ആണ് നടക്കുന്നത്. ദെൻ പ്രൊലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ്, അവിടെയാണ് ഹോർമോണുകളുടെ ആക്ടിവിറ്റി കൂടുന്നത്. ഏതൊക്കെ ഹോർമോണുകളാണ്? FSH ലെവൽ കൂടുന്നുണ്ട്, ദെൻ LH ലെവൽ കൂടുന്നുണ്ട്. FSH LH ലെവൽ കൂടുമ്പോൾ ഇവരുടെ ഇൻഫ്ലുവൻസ് മൂലം ഫോളിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓവേറിയൻ ഫോളിക്കിൾസ് ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈസ്ട്രോജൻ്റെ ലെവലും കൂടുന്നുണ്ട്. പ്രോജസ്ട്രോൺ ലെവൽ മാത്രമാണ് ആ ഫേസിൽ കുറവ്. ഓക്കെ, ദെൻ അടുത്താണ് ഓവുലേറ്ററി ഫേസ്. ഓവുലേറ്ററി ഫേസ് LH സർജാണ് സംഭവിക്കുന്നത് അല്ലേ? റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH ലീഡ്സ് ടു ഇറ്റ്സ് മാക്സിമം ലെവൽ ഡ്യൂറിംഗ് ദി മിഡിൽ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? LH സർജ്. LH സർജ്. അപ്പോൾ LH ലെവൽ പെട്ടെന്ന് കൂടുന്നതാണ് ഓവുലേഷന് കാരണം. അതുണ്ടോ നോക്കുക നമ്മൾ. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഈസ്ട്രോജൻ ഉണ്ട്, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോജസ്ട്രോൺ ഉണ്ട്, ലോ കോൺസെൻട്രേഷൻ ഓഫ് LH ഉണ്ട്, ലോ കോൺസെൻട്രേഷൻ ഓഫ് FSH ഉണ്ട്. അപ്പോൾ LHുമായിട്ട് ലോ കോൺസെൻട്രേഷൻ എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. പിന്നെ മാക്സിമം ലെവലിൽ അവിടെ എത്തുന്നത് FSH ആണ്. FSHന് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല, കാരണം FSHും അവിടെ ലോ കോൺസെൻട്രേഷൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഈസ്ട്രോജൻ ആണ്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഈസ്ട്രോജൻ അത് പരിഗണിക്കാം. അപ്പോൾ 168 ആൻസർ ആയിട്ട് നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ 168 ആൻസർ ആയിട്ട് നമുക്ക് ആരെ പരിഗണിക്കാം? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഈസ്ട്രോജനെ പരിഗണിക്കാം. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോജസ്ട്രോൺ പരിഗണിക്കാൻ പറ്റില്ല, കാരണം കോർപ്പസ് ലൂട്ടിയം റപ്ചേർഡ് കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ്, ഭാഗത്തിൻ്റെ പേരാണ്, എൻഡോക്രൈൻ പാർട്ടാണ് കോർപ്പസ് ലൂട്ടിയം. റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ റിലീസ് ചെയ്യുന്ന യെല്ലോ കളേർഡായ സ്ട്രക്ചറിൻ്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് പ്രോജസ്ട്രോൺ. ഓക്കെ, അതുകൊണ്ട് ആ പ്രോജസ്ട്രോൺ ലെവൽ 14th ഡേക്ക് ശേഷം വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റിനെ പരിഗണിക്കാൻ തന്നെ അവിടെ പറ്റില്ല. അതുകൊണ്ട് 168 ആൻസർ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഈസ്ട്രോജൻ ആണ്. ഒന്നാണ് കേട്ടോ, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഈസ്ട്രോജൻ ആണ്. മനസ്സിലായോ? ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് 169 ക്വസ്റ്റിനെ പരിഗണിക്കാം. 169 ശ്രദ്ധിച്ചോളൂ. 169. If the distance between two consecutive base pairs is 0.34 nanometer and the total number of base pairs of a DNA double helix in a typical mammalian cell is 6.6 into 10 raised to 9 base pairs, then the length of the DNA is approximately. Question from the chapter Molecular Basis of Inheritance. Molecular basis of inheritance. Okay, അത് പാക്കേജിംഗ് ഓഫ് DNA ഡബിൾ ഹെലിക്സ്. പാക്കേജിംഗ് ഓഫ് DNA ഡബിൾ ഹെലിക്സ് ആ ഭാഗത്തു നിന്നാണ്. രണ്ട് ബേസ് പേഴ്സിനുള്ള ഡിസ്റ്റൻസ് 0.34 നാനോമീറ്റർ ആണ്, അല്ലെങ്കിൽ 3.4 ആങ്സ്ട്രോം. ഓക്കെ, എന്നിട്ട് പിന്നെ ഈക്കോളിക്ക് 4.6 into 10 raised to 6 base pairs ഉണ്ട്. സോ 4.6 into 10 raised to 6 base pairs into 0.34 നാനോമീറ്റർ, ദാറ്റ്സ് ഈക്വൽ ടു 1.36 millimeter എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്നിട്ടാണ് പാക്കേജിംഗ് ഓഫ് DNA ഇൻ പ്രോകാരിയോട്ട് എന്ന് NCERT പറയുന്നത്. പാക്കേജിംഗ് ഓഫ് DNA ഇൻ യൂകാരിയോട്സിന് മുമ്പായിട്ട് ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ 6.6 into 10 raised to 9 base pairs ഉണ്ട് into 0.34 നാനോമീറ്റർ, ദാറ്റ്സ് ഈക്വൽ ടു 2.2 മീറ്റർ. 2.2 മീറ്റർ. അത് വളരെ കൃത്യമായിട്ട് NCERT ഏരിയ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. 2.2 മീറ്റർ ആണ്. മറ്റു കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് NCERTൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് 169 ആൻസർ 3 ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 170 ക്വസ്റ്റ്യൻ. 170. മാച്ച് ദ ഫോളോയിങ് കോളംസ് ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. കോളം 1, കോളം 2. കോളം 1 പ്ലാസൻഡ, സോണ പെലൂസിഡ, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, ലൈഡിക് സെൽസ്. കോളം 2 ആൻഡ്രോജൻ, HCG, ലെയർ ഓഫ് ദ ഓവം, ദ ലൂബ്രിക്കേഷൻ ഓഫ് പെനിസ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ദ ചാപ്റ്റർ ദാറ്റ് ഈസ് വാട്ട്? ദി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. കോളം 1 പ്ലാസൻ്റ വന്നിട്ടുണ്ട്. പ്ലാസൻ്റയുമായിട്ട് നമുക്ക് ആര് കൊടുക്കാം? ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിനെ കൊടുക്കാം, HCG കൊടുക്കാം. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG. സോ A2. ഓക്കെ, A2 ആണ് വരുന്നത്. ഇനി ബിക്ക് നമുക്ക് പോകാം.
സോണ പെലൂസിഡ ആൻഡ്രോജൻ ലെയർ ഓഫ് ഓവം ലൂബ്രിക്കേഷൻ ഓഫ് പെനിസ്. ലെയർ ഓഫ് ഓവാണ് അല്ലേ. ദെൻ ഓവത്തെ ചുറ്റിക്കൊണ്ട് ആദ്യം പ്ലാസ്മ മെംബ്രെയിൻ ഓർ ദ വിറ്റലൈൻ മെംബ്രെയിൻ, ദെൻ പെരിവിറ്റലൈൻ സ്പേസ്, ദെൻ സോണ പെലൂസിഡ. അതുകൊണ്ട് ബിക്ക് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുക 3 എന്നതാണ്. 3 ആണ് ബിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 3 എന്നുള്ളതാണ്. ഇനി നമുക്ക് സി നോക്കാം. സി എന്താണ് വന്നത് നോക്കാം. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ലൂബ്രിക്കേഷൻ ഓഫ് പെനിസ് ആണ്. കാരണം ദി സെമിനൽ വെസിക്കിൾ ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഉണ്ട്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഉണ്ട്. സെക്രീഷൻസ് ഓഫ് ദീസ് ഗ്ലാൻഡ്സ് constitute seminal plasma which is rich in fructose, calcium and certain enzymes എന്ന് പറഞ്ഞതിന് ശേഷം secretion of bulbo-urethral gland helps in the lubrication of penis എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ 4 ആണ്. സി എന്ന് പറയുന്നത് അവിടെ 4 ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. ലൈഡിക് സെൽസ് ആണ്. പിന്നെ ഒരുപാട് ചാപ്റ്ററുകൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് പഠിക്കുന്നുണ്ട്. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലൈഡിക് സെൽസ് ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ദി ഹോർമോൺ ദാറ്റ് ഈസ് ആൻഡ്രോജൻ. That is D. D എന്താണ് വരുന്നത് മക്കളെ? ഡി വരുന്നത് 1 ആണ്. സോ A2 B3 C4 D1. A2 B3 C4 D1 4 ആണ്. 4 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 171ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 171. Match the following columns and select the correct option. Match the following columns and select the correct option. Column 1 and column 2. Column 1 Clostridium botulicum, Trichoderma polysporum, Monascus purpureus, Aspergillus niger ഉണ്ട്. Then definitely this is a question from microbes in human welfare. Microbes in human welfare. Column 2 cyclosporin A, butyric acid, citric acid, blood cholesterol lowering agent. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ബോർഡ് എക്സാമിനേഷനിൽ ചോദിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ അതിൽ തന്നെ കാണാവുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, ബ്യൂട്രിക് ആസിഡ്, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, ബ്യൂട്രിക് ആസിഡ്. സോ എ എന്ന് പറയുന്നത് 2 ആണ്. A2 ആണ് വരുന്നത്. ദെൻ ട്രൈക്കോഡേർമ പോളിസ്പോറം, സൈക്ലോസ്പോറിൻ എ, ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ്. ട്രൈക്കോഡേർമ പോളിസ്പോറം, സൈക്ലോസ്പോറിൻ എ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ്. ദാറ്റ് ഈസ് ബി എന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നത്. സി മൊണാസ്കസ് പർപ്രിയസ്, അത് സ്റ്റാറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആണ്. സ്റ്റാറ്റിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആണ്. അതൊരു ഈസ്റ്റ് ആണ്. അതുകൊണ്ട് സി എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. ദെൻ അടുത്തത് ആസ്പാർജിലസ് നൈഗർ സിട്രിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആസ്പാർജിലസ് നൈഗർ സിട്രിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡി എന്നാൽ 3 ആണ്. ഓക്കെ, അപ്പോൾ A2 B1 C4 D3, A2 B1 C4 D3. ഓക്കെ, നോക്കൂ, A2 ആണ്, B1 ദെൻ C4 D3. ഓപ്ഷൻ 2 ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 2 ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. 171. ഇനി 172ാമത്തെ ക്വസ്റ്റ്യൻ. 172ാമത്തെ ക്വസ്റ്റ്യൻ. Goblet cells of alimentary canal are modified from. Goblet cells of alimentary canal are modified from. Question from the chapter Structural Organization in Animals. Structural Organization in Animals. So goblet cells of alimentary canal are modified from. ഗോബ്ലെറ്റ് സെൽസ് ഓഫ് എലിമെൻ്ററി കനാലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നത് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിലാണ്. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നൊരു ഹെഡിങ് ഒന്നുമില്ല, പക്ഷേ എൻസിആർടി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദി ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഓർ കോളുംനാർ എപ്പിത്തീലിയം ഗെറ്റ് സ്പെഷ്യലൈസ്ഡ് ഫോർ സെക്രീഷൻ, at that time we call it is what? Glandular epithelium. Based on the number of cells, it is what unicellular glandular epithelium and multicellular glandular epithelium. Unicellular glandular epithelium example ആണ് goblet cells of alimentary canal. Goblet cells of alimentary canal, they secrete mucus. ഡയഗ്രാം ഉണ്ട് എൻസിആർടിയിൽ. ഡയഗ്രാം കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്യണം. മാത്രമല്ല ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. വാൾ ഓഫ് ദ alimentary canal from esophagus to rectum consists of 4 layers എന്ന് പറയുന്ന ഭാഗത്ത് സെറോസ, മസ്കുലാരി, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. അതിൽ മ്യൂക്കോസയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. മ്യൂക്കോസയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗോബ്ലെറ്റ് സെൽസ് കാണുന്നുണ്ട്. അത് പിന്നെ മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത് അലിമെൻ്ററി കനാലിൻ്റെ മാത്രം സെൽസ് ഒന്നല്ല കേട്ടോ, വേറെയും ചില ഭാഗത്ത് കാണുന്നുണ്ട്. സോ ഗോബ്ലെറ്റ് സെൽസ് ഓഫ് അലിമെൻ്ററി കനാൽ ആർ മോഡിഫൈഡ് ഫ്രം സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് അല്ല, കോളുംനാർ എപ്പിത്തീലിയൽ സെൽസ്. കറക്റ്റാണ്, കോളുംനാർ എപ്പിത്തീലിയൽ സെൽസ് ആണ്. കോളുംനാർ എപ്പിത്തീലിയൽ സെൽസ് ആണ്. സോ 172 ആൻസർ 2 ആണ്. കോൺട്രോസൈറ്റ് അല്ല. കോൺട്രോസൈറ്റ് ഏതാ? അത് കാർട്ടിലേജസ് സെല്ലാണ്. കാർട്ടിലേജസ് സെല്ലിനെ വിളിക്കുന്നവരാണ് കോൺട്രോസൈറ്റ്. അത് നിൽക്കുന്ന സ്പേസിനെ നമ്മൾ വിളിക്കുന്നവരാണ് ലാക്യൂനെ എന്നൊക്കെ തന്നെ.
കോൺഡ്രോസൈറ്റ്. ദെൻ കോമ്പൗണ്ട് എപ്പിത്തീലിയൽ സെൽസ് അതല്ല, അത് ഡ്രൈ സർഫസ് ഓഫ് ദ സ്കിൻ, മോയ്സ്റ്റ് സർഫസ് ഓഫ് ദ ബക്കൽ ക്യാവിറ്റി, ദെൻ ഡെക്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ് ആൻഡ് പാൻക്രിയാസിലൊക്കെയാണ് അത് കാണുന്നത്. 173ാമത്തെ ക്വസ്റ്റ്യൻ, experimental verification of chromosomal theory of inheritance was done by from the chapter that is principles of inheritance and variation. ആ ചാപ്റ്ററിനാണ് ക്വസ്റ്റ്യൻ. Experimental verification of chromosomal theory of inheritance was done by T.H. Morgan, Thomas Hunt Morgan on Drosophila melanogaster. മെൻ്റൽ അല്ല, അദ്ദേഹം ജനറ്റിക് ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. സട്ടൺ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്, പക്ഷേ തിയററ്റിക്കൽ ആസ്പെക്ട്സേ പറഞ്ഞിട്ടുള്ളൂ, എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. ബൗറി അദ്ദേഹം അത് തന്നെയാണ് 1902 ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്, തിയററ്റിക്കലാണ്, എക്സ്പെരിമെൻ്റൽ അല്ല. മോർഗനാണ് അതിൻ്റെ ആൻസർ കേട്ടോ, മോർഗനാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്കവിടെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ 175ആണ്. 173ൻ്റെ ആൻസർ 4 മക്കളെ. 175 നമുക്ക് ചെയ്യാനുള്ളത്. നോക്കാം നമുക്ക്. 175. Identify the substances having glycosidic bond and peptide bond respectively in their structure. Identify the substance having glycosidic bond and peptide bond respectively in their structure. That is, the question is what? From the chapter biomolecule. ബയോമോളിക്യൂൾ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് ഹാവിംഗ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് ആരാവണം? അത് കാർബോഹൈഡ്രേറ്റുകളാവണം. ഓക്കെ, അപ്പോൾ ആദ്യം ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് കാണേണ്ടത്, പിന്നെ പെപ്റ്റൈഡ് ബോണ്ട് കാണണമെങ്കിൽ പ്രോട്ടീൻ ആവണം. അപ്പോൾ കൈറ്റിൻ, കൊളസ്ട്രോൾ, കൈറ്റിനെ നമുക്ക് പരിഗണിക്കാം, പക്ഷേ കൊളസ്ട്രോൾ എടുക്കാൻ പറ്റില്ല, ഗ്ലിസറോൾ എടുക്കാൻ പറ്റില്ല. ട്രിപ്സിൻ അതൊരു എൻസൈമാണ്. സെല്ലുലോസ്, ലെസിത്തിൻ ഒരു ഫോസ്ഫോലിപ്പിഡാണ്. ഇന്നുലിൻ എന്ന് വെച്ചാൽ പോളിമർ ഓഫ് ഫ്രക്ടോസ് ആണ്. ഇൻസുലിൻ അത് പെപ്റ്റൈഡ് ഹോർമോണാണ്. അപ്പോൾ ഇൻസുലിനും പരിഗണിക്കാം. നോക്കൂ, ആ ഒരു സ്പെല്ലിങ്ങിലുള്ള ഒരു കൺഫ്യൂഷൻ വരെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് നോക്കി നിങ്ങൾ. ഇൻസുലിനാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇൻസുലിനാണ് ആൻസർ. 175 4. ഓക്കെ, ഇനി 177ാമത്തെ ക്വസ്റ്റ്യൻ. The enzyme endokinase help in conversion of ഇൻഡസ്ട്രിയൽ മ്യൂക്കോസ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം എൻഡ്രോകൈനേസ്, ഡൈജഷനിൽ നേരിട്ട് പങ്കെടുക്കാത്ത എൻസൈം എൻഡ്രോകൈനേസ്. ആ എൻഡ്രോകൈനേസ് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഫ്രം ദി ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എൻഡ്രോകൈനേസ് കൺവേർട്ട് ഇനാക്റ്റീവ് ട്രിപ്സിനോജൻ ടു ആക്റ്റീവ് ട്രിപ്സിൻ, അല്ലേ? ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എൻസൈം എൻഡ്രോകൈനേസിൻ്റെ ഫംഗ്ഷൻ അത് തന്നെയാണ്. NCERT കറക്റ്റ് NCERT ആണ്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 177ൻ്റെ ആൻസർ 2 ആണ് വരുന്നത്. എൻഡ്രോകൈനേസ് ഹെൽപ്സ് ഇൻ കൺവേർഷൻ ഓഫ് ട്രിപ്സിനോജൻ ടു ട്രിപ്സിൻ. പ്രോട്ടീൻ ടു പോളി പെപ്റ്റൈഡ്സ് അല്ല, അത് പെപ്സിൻ പോലത്താണ്. സീസിനോജൻ ടു സീസിൻ, മിൽക്ക് പ്രോട്ടീൻ്റെ കാര്യമല്ല. പെപ്സിനോജൻ ടു പെപ്സിൻ അല്ല, HCl ആണത് വരുന്നത് കേട്ടോ. അതല്ല അതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. ഇനി നമുക്ക് 180ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, E2 എന്ന മൊഡ്യൂളിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പുട്ട് ഇൻ ടു എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സ് ഫോർ ഫർദർ സീവേജ് ട്രീറ്റ്മെൻറ്റ് ഫ്രം ദി ചാപ്റ്റർ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. microbes in human welfare. Okay, so which of the following is put into anaerobic sludge digesters for further sewage treatment? Okay, അപ്പോൾ എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിലേക്ക് പോകുന്നത് അവിടെ പ്രൈമറി സ്ലഡ്ജ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഡെബ്രിസിനൊക്കെ ആദ്യം തന്നെ റിമൂവ് ചെയ്തല്ലോ ഫിൽട്രേഷനും സെഡിമെൻറ്റേഷൻ വഴി. ഇഫ്ലുവൻ്റ് ഓഫ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അതിനെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് വിധേയമാക്കും. ആ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ എയറേഷൻ ടാങ്ക് ഉണ്ടാവും. എയറേഷൻ ടാങ്ക് എന്നാണ് പിന്നെ അതിനെ സെറ്റിലിംഗ് ടാങ്കിലേക്ക് മാറ്റുന്നത്. അപ്പോൾ സെറ്റിലിംഗ് ടാങ്കിൽ ഉണ്ടാവില്ല, ആക്ടിവേറ്റഡ് സ്ലഡ്ജാണ്. ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെയാണ് എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അതിനൊരു സ്മോൾ പോട്ടാണ് ഈ എയറേഷൻ ടാങ്കിലേക്ക് കൊടുക്കുന്നത്, ആ സൈക്കിൾ വീണ്ടും നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 4 ആണ്. ഓക്കെ, 4 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഫ്ലോട്ടിംഗ് പ്രൈമറി സ്ലഡ്ജോ, ഫ്ലോട്ടിംഗ് ഡെബ്രിസോ, ഇഫ്ലുവൻറ്റോ,
ഒന്നുമല്ല. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ്. അപ്പോൾ ഇതാണ് നീറ്റ് 2020 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നത് അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നുള്ളത്. നോക്കൂ, ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന് കാര്യമായ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന് കാര്യമായ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ചോദിച്ചു എന്ന് നമുക്ക് പറയാം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. പക്ഷെ അതും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ളൊരു കണക്ഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ലിവിങ് വേൾഡിനെ നീറ്റ് 2020 അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിന്, അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിന് 1, 2, 3, 4 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചത് 4 ക്വസ്റ്റ്യൻ. ഓക്കെ, അതും കറക്റ്റായ NCERT വെച്ചിട്ട് 4 ക്വസ്റ്റ്യനാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് 1, 2, 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ നിന്നും 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ബയോമോളിക്യൂൾ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 1, 2, 3, 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ബയോമോളിക്യൂൾ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബയോമോളിക്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിനൊരുപാട് കൺസെപ്റ്റുകൾ നിങ്ങൾ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നതിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ ഫിസിയോളജിയിൽ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ നിന്ന് അത്ര അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. പക്ഷേ ഈ നീറ്റിൽ ഫിസിയോളജി ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലോക്കോമോഷന് 1 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ 1 ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ദെൻ കെമിക്കൽ കൺട്രോളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കെമിക്കൽ കൺട്രോളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ, ഇതാണ് ഫസ്റ്റ് ഇയറിൻ്റെ അവസ്ഥ കേട്ടോ. കെമിക്കൽ കോർഡിനേഷൻ വരെ ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയറിൻ്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. സെക്കൻഡ് ഇയറിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 3 ക്വസ്റ്റ്യനാണ് വന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചെറിയൊരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ്. നമ്മൾ അത്രത്തോളം കാര്യമായിട്ടുള്ള ബോധം കൊടുക്കാത്തൊരു ചാപ്റ്ററാണത്. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആസ് യൂഷ്വൽ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ എണ്ണം 3 ആണ്. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മൾ അത്ര സീരിയസ് ആയിട്ട് പഠിക്കാത്ത വളരെ ഈസി എന്നുള്ള ലെവലിൽ നമ്മൾ കാണുന്ന ചാപ്റ്ററാണ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. അതിൽ നിന്നാണ് നീറ്റിന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഏകദേശം നോക്കും നിങ്ങൾ ഈ യൂണിറ്റിൻ്റെ മോളിക്കുലാർ ബേസിസിൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഡിസീസിൻ്റെ ആ ലെവലിലേക്ക് മൈക്രോബ്സ് വന്നിട്ടുണ്ട്. കാരണം അത് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു പക്ഷേ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ പറ്റുന്നതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ചില ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അവർ. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, എവല്യൂഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ 3 ചാപ്റ്ററുകൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ ടോട്ടൽ 12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 12 ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ദെൻ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, എവല്യൂഷൻ, 12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബയോമോളിക്യൂളിന് ആഡ് ചെയ്താൽ 16 ക്വസ്റ്റ്യനായി. 4 ചാപ്റ്ററിൽ നിന്ന് 16 ക്വസ്റ്റ്യൻ. ബയോമോളിക്യൂള്, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ദെൻ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്, എവല്യൂഷൻ. ഓക്കെ, 12 + 4 16 ചാപ്റ്റർ. ഇനി ഫിസിയോളജി നോക്കാം. നമുക്ക് ഫിസിയോളജിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്ന് ചോദിക്കാം. ഞാൻ ഫിസിയോളജിയിലേക്ക് സെക്കൻഡ് ഇയറിൻ്റെ ചാപ്റ്റേഴ്സ് കൂടി എടുക്കാം കേട്ടോ. സെക്കൻഡ് ഇയറിൻ്റെ ചാപ്റ്റേഴ്സ് കൂടി എടുക്കുകയാണ്. ആ ഫിസിയോളജി ഡൈജഷൻ മുതൽ കേട്ടോ 2, 4, 6, 8, 9, 10, 12, 13, ദെൻ 13, 2, 15 ക്വസ്റ്റ്യൻ. 15 ക്വസ്റ്റ്യനാണ് ഫിസിയോളജി എന്ന് ചോദിച്ചത്. ഫിസിയോളജി അപ്പോൾ നോക്കൂ നിങ്ങൾ, ഡൈജഷന്, ബ്രീത്തിങ്, ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, ദെൻ ലോക്കോമോഷൻ, ന്യൂറൽ കൺട്രോള്, കെമിക്കൽ കൺട്രോള്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന 9 ചാപ്റ്ററിൽ നിന്ന് ടോട്ടൽ ചോദിച്ച ക്വസ്റ്റ്യൻ, ഫിസിയോളജിയിലെ ടോട്ടൽ ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യനാണ്. അത് ഞാൻ അങ്ങനെ പ്രത്യേകം പറയാൻ വളരെ എളുപ്പത്തിലുള്ള ചാപ്റ്ററാണത്. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും വളരെ സിമ്പിളായ ചാപ്റ്റേഴ്സാണ്. ആ ചാപ്റ്റേഴ്സിൽ നിന്ന് 15 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. സോ ആ 15ഉം നമ്മൾ നേരത്തെ പഠിച്ച 4 ചാപ്റ്ററിൽ നിന്ന് 16,
4 ചാപ്റ്ററിൽ നിന്ന് 16. സോ 15ഉം 16ഉം 31 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നമ്മൾ ഈ 4 ചാപ്റ്ററും കൂടി പരിഗണിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ്. അപ്പോൾ ഇതിൽ ഒരു കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഏരിയ പറയുകയാണെങ്കിൽ കഴിഞ്ഞ നീറ്റിനെ പോലെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ നീറ്റ് 2019 ഓട് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വർഷവും നീറ്റ് വന്നിട്ടുള്ളത്. അത് സിമ്പിളായിരുന്നു, പക്ഷേ ഓപ്ഷനിൽ ചില കൺഫ്യൂഷൻസൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 2-3 വർഷങ്ങളിൽ നീറ്റിൻ്റെ പാറ്റേൺ അങ്ങനെയാണ്. NCERT എന്ന് തന്നെയാണ് 100% NCERT എന്ന് പറയുന്ന ലെവലിലേക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് ഇനി ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ കുട്ടികൾ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. NCERT ലൈൻ ബൈ ലൈൻ വായിക്കുക, വേർഡ് ബൈ വേർഡ് ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഔട്ട്സൈഡ് NCERT വിട്ടിട്ട് പഠിക്കുന്നത് ഒഴിവാക്കുക, വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഓക്കെ, അത് ഒഴിവാക്കുക. നിങ്ങൾ കൃത്യമായിട്ട് NCERTക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വരിക. ഈ വർഷം ഈ എക്സാം എഴുതിയ കുട്ടികൾക്ക് ഈ ആൻസർ കീയിലൂടെ നിങ്ങളൊന്ന് കടന്നു പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇനി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതാണ് സുവോളജിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ നീറ്റ് 2020. ഓക്കെ.